നമസ്കാരം. ഇന്ന് 2024 സെപ്റ്റംബർ 27 വെള്ളി. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. സങ്കടത്തിരിയിലും ഉയർന്നു കേരളമെന്ന ഒറ്റ മനുഷ്യൻ. സമീപകാലത്തൊന്നും ഒരാൾക്കായി കേരളം ഇത്ര സമയം കാത്തിരുന്നിട്ടില്ല. ഒരു കുടുംബത്തിന്റെ വേദന ഇത്രത്തോളം കേരളത്തെ അലട്ടിയിട്ടുമില്ല. ഒടുവിൽ 72-ാം നാൾ ഉത്തര കർണാടക ജില്ലയിൽ അങ്കോളിക്കടുത്ത ഷിരൂരിൽ ഗംഗാവലിപ്പുഴയിൽ നിന്ന് കേരളത്തിന്റെ കാത്തിരിപ്പിനുള്ള ഉത്തരം ലഭിച്ചു. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഇനിയില്ല എന്നുറപ്പായി. DNA പരിശോധന എന്ന സാങ്കേതികത്വം മാത്രമേ ബാക്കിയുള്ളൂ. മൃതദേഹം ഏറ്റുവാങ്ങാൻ സങ്കടത്തോടെ കാത്തിരിക്കുകയാണ് കേരളം. കഴിഞ്ഞ ജൂലൈ 16 രാവിലെ 8:30-ക്കുള്ള മണ്ണിടിച്ചിലിൽ ദേശീയപാത 66-ൽ ഷിരൂരിലാണ് ട്രക്കിനൊപ്പം അർജുൻ ഗംഗാവലിപ്പുഴയിൽ പതിച്ചത്. 73 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് അർജുന്റെ വീട്ടുകാരുടെ സങ്കടപ്പുഴ കടലായി കേരളത്തിൽ പടർന്നത്. അന്ന് കേരളം ഒറ്റ മനുഷ്യനായി എഴുന്നേറ്റ് നിന്ന് അർജുന്റെ തിരിച്ചുവരവിനായി പൊരുതി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളാകെ ഷിരൂരിൽ കാര്യക്ഷമമായ തിരച്ചിലിനായി കർണാടകത്തിൽ സമ്മർദ്ദം ചെലുത്തി. ആദ്യത്തെ അലംഭാവം വെടിഞ്ഞ് കർണാടകത്തിനും തിരച്ചിൽ ശക്തമാക്കേണ്ടി വന്നു. ജൂലൈ 19 മുതൽ കഴിഞ്ഞ ബുധൻ വരെ 3 ഘട്ടമായി നടത്തിയ തിരച്ചിലിലാണ് ഒടുവിൽ ഫലം കണ്ടത്. ജൂലൈ 19 മുതൽ 29 വരെയും ആഗസ്റ്റ് 13 മുതൽ 16 വരെയും നടന്ന 2 ഘട്ട തിരച്ചിലിലും ഫലം കാണാതെ വന്നതോടെ കർണാടക മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്തെഴുതേണ്ടി വന്നു. ഇതിനിടയിൽ ഷിരൂരിലെത്തിയ മന്ത്രി PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും കൂടുതൽ മികച്ച ഉപകരണങ്ങൾ എത്തിക്കണമെന്ന് കർണാടകത്തോട് അഭ്യർത്ഥിച്ചു. സുപ്രീം കോടതിയിൽ മലയാളി അഭിഭാഷകൻ നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതിയും ഇടപെട്ടു. ഇതോടെയാണ് സെപ്റ്റംബർ 17-ന് ഗോവയിൽ നിന്ന് കൂറ്റൻ ഡ്രെഡ്ജർ എത്തിച്ച് തിരച്ചിൽ നടത്താൻ കർണാടകം തീരുമാനിക്കുന്നത്. 1 കോടി രൂപയോളം ചെലവിട്ട് അതെത്തി. തിരച്ചിൽ തുടങ്ങി 4-ാം നാളാണ് ശരീരഭാഗം മാത്രമായി അർജുനെ ഗംഗാവലിപ്പുഴ തിരികെ തന്നത്. നീണ്ട കാത്തിരിപ്പിനും കടുത്ത സങ്കടത്തിനും അപ്പുറം അർജുനായുള്ള തിരച്ചിൽ കേരളമെന്ന ഒറ്റ മനസ്സിന്റെ കാലത്തെയും തിളങ്ങുന്ന ഉദാഹരണമാണ്. പുഴയിൽ വീണ ട്രക്കും അതിലെ ഡ്രൈവറും കേരള രാഷ്ട്രീയത്തിൽ അത്രയ്ക്കും VIP ആണോ അതോ കേരള മുഖ്യമന്ത്രിയുടെ ബന്ധുവാണോ? തിരച്ചിലിനെത്തിയ മലയാളികളോട് അവിടുത്തുകാർ ചോദിച്ച ചോദ്യം ഇതാണ്. അർജുൻ എന്ന ട്രക്ക് ഡ്രൈവർ പോലും കേരളത്തിൽ VIP ആണ് എന്നാണ് കർണാടകത്തിന്റെ സംവിധാനത്തെ നോക്കി ട്രക്ക് ഉടമ മനാഫ് അന്ന് പ്രതികരിച്ചത്. തിരച്ചിലിൽ ഫലം വൈകുന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന ചില പ്രതികരണങ്ങളും ഈ സമയം കാണാതിരുന്നുകൂടാ. കണ്ണീർ വറ്റിയ അർജുന്റെ കുടുംബത്തെയും ട്രക്ക് ഉടമ മനാഫിനെയും നിർലക്ഷ്യം അപഹസിക്കാനും കേരള എന്ന് പരിഹസിക്കുന്ന ചിലർ തയ്യാറായി. അതിനുള്ള മറുപടി കൂടിയാണ് മനാഫ് ട്രക്ക് കണ്ടെത്തിയ നിമിഷം ലോകത്തോട് പറഞ്ഞത്. എനിക്ക് ട്രക്ക് വേണ്ട, അത് പുഴയിൽ തള്ളിയേക്കൂ. ചേതനേറ്റെങ്കിലും അർജുനെ മാത്രം മതി. അതവന്റെ അമ്മയ്ക്ക് ഞാൻ നൽകിയ വാക്കാണ്. കേരള മനസാക്ഷിയുടെ വിങ്ങുന്ന മറുപടിയാണ് മനാഫിലൂടെ പുറത്തു വന്നത്. നമ്മൾ ഇങ്ങനെയാണ്, കേരളം ഇങ്ങനെയാണ്. ഏതു ദുരന്തമുഖത്തും കേരളം എന്ന ഒറ്റ മനുഷ്യൻ മനാഫായും അദ്ദേഹത്തിന്റെ ജാതി മതഭേദമില്ലാത്ത സൗഹൃദമായും അതിജീവിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നന്ദി അറിയിച്ച് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു. തിരച്ചിൽ ഊർജിതപ്പെടുത്തുന്നതിനായി മനാഫ് നടത്തിയ ഇടപെടൽ ഉന്നതമായ മാനവികതയുടെ ഉദാത്ത മാതൃക കൂടിയാണ്. ഇത്തരം ഉദാത്തമായ മാനവികമായ വറ്റാത്ത മാതൃക കൂടിയാണ് കേരളമെന്ന് ഒരിക്കൽ കൂടി ഷിരൂർ സംഭവങ്ങൾ അടിവരയിടുന്നു. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.